അദ്ദേഹം ഈ പുസ്തകത്തിൽ നമ്മളെല്ലാ സംഭവങ്ങളിലൂടെയും കടന്നു പോകുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, രസകരമായ കാര്യങ്ങൾ. ഒപ്പം പ്രധാനമായി ഈ പുസ്തകം ഊന്നുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ വലിയ രഹസ്യങ്ങളിലേക്കാണ്. ഞാൻ അതിലേക്കൊന്നും വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ മറ്റ് ചില രസകരമായ കാര്യങ്ങൾ കൂടിയുണ്ട്. പിണറായിയുടെ മകൻ്റെ കല്യാണത്തിന് മമ്മൂട്ടി ഓട്ടോ റിക്ഷയിൽ കയറി വന്നത്, വീണ് മുട്ടിൻ്റെ ചിരട്ട പൊട്ടിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘാംഗത്തിന് ഓപ്പറേഷൻ തരപ്പെടുത്തി കൊടുത്തത്, അത് കഴിഞ്ഞ് അയാൾ കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു കൊലപാതകത്തിന് നേരിട്ട് പോയി നേതൃത്വം നൽകിയത്, അതിൽ പശ്ചാത്താപം തോന്നുന്നത്. പക്ഷേ ഒരു കടമ, അസുഖം ബാധിച്ച അല്ലെങ്കിൽ പരിക്ക് പറ്റിയ ഒരാൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു കടമ ചെയ്ത കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഓർക്കുന്നത്, വെറും ഒരു മൊബൈൽ വിൽപ്പനക്കാരനായി എത്തി ചാക്കിട്ട് പിടിച്ച ഒരാളുടെ കഥ അദ്ദേഹം രസകരമായി പറയുന്നുണ്ട്. തൻ്റെ ഓഫീസിലേക്ക് കയറി വന്ന് മൊബൈൽ അധികം കേരളത്തിൽ വന്നിട്ടില്ലാത്തൊരു കാലത്ത് മൊബൈൽ വിൽക്കാൻ വേണ്ടി വന്ന് തന്നെ കൊണ്ട് മൊബൈൽ വാങ്ങിപ്പിച്ച് തിരിച്ചു പോയ ഒരാൾ, അയാൾ പിന്നീട് വലിയ സ്വർണ്ണക്കള്ളക്കടത്തുകാരനാവുന്നത്. പി ജയരാജനെതിരെ ഓണം ദിവസമുണ്ടായ ക്രൂരമായ ആക്രമണം, KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം, ഇങ്ങനെ കണ്ണൂരിനെ മാത്രമല്ല കേരളത്തെ ആകെ പിടിച്ചുകുലുക്കിയ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ തത്സമയം കണ്ട ഒരാളുടെ വിവരണങ്ങളാണ് ഈ പുസ്തകം. ആ സംഭവങ്ങളുടെ പിന്നാലെ വാർത്ത തേടിപ്പോയ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ആകാംക്ഷയ്ക്കപ്പുറത്ത് ഞെട്ടിക്കുന്ന സംഭവങ്ങളും അദ്ദേഹം എഴുതി വയ്ക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള, ഇപ്പോൾ അന്ന് നവാസ് മേത്തറിൻ്റെ ആദ്യകാലത്ത് അവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് ജോൺ ബ്രിട്ടാസ് അവിടുത്തെ കണ്ണൂരിലേക്ക് ബ്യൂറോ ചീഫായിരുന്നു ദേശാഭിമാനിയുടെ. ആ കാലത്ത് ബ്രിട്ടാസുമായിട്ടുള്ള അനുഭവം, ബ്രിട്ടാസ് രാമായണം സീരിയൽ നടക്കുന്ന കാലത്ത് ഡോക്ടർമാർ ചികിത്സ നിർത്തിവെച്ച് രാമായണം കാണാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. അത് റിപ്പോർട്ട് ചെയ്ത ബ്രിട്ടാസിനെ ഇവരൊക്കെ കൂടി ഒരു റൂമിൽ പൂട്ടിയിട്ട് ശിക്ഷിച്ചത്, അതൊക്കെ അദ്ദേഹം നേരിട്ട് അനുഭവിക്കുന്ന കാലമാണ്. ഇങ്ങനെയുള്ള രസകരമായ അനുഭവങ്ങളും അദ്ദേഹം എഴുതുന്നുണ്ട്. ഏറ്റവും ഈ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ മുഖങ്ങളിലൂടെ രാഷ്ട്രീയ പക്ഷഭേദമില്ലാതെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അദ്ദേഹം എഴുതുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം. കാരണം നേരിട്ട് കാണുകയാണല്ലോ, അത് RSS ആയാലും BJP ആയാലും ഒപ്പം CPM ഉം കോൺഗ്രസും ഒക്കെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴും അദ്ദേഹം നേരിട്ട് കാണുന്ന ഒരാളുടെ അനുഭവം രേഖപ്പെടുത്തുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് ഈ കൊലപാതക രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പ് കൃത്യമായി നമ്മുടെ ഉള്ളിലും അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.